മെയിനായിട്ടുള്ള കാര്യം റോഡിൻ്റെ ഇതാണ്. ഭയങ്കര പട്ടിശല്യം. കൊച്ചുങ്ങളെ മുറ്റത്ത് നിർത്താനൊക്കെയല്ലോ. ഈ കാട് പറമ്പ് മുഴുവൻ കാടായാണ്. പാമ്പിന്റെ ശല്യം. നമ്മുടെ ഒരു പൊതു ശ്മശാനം ഇല്ല. 2 സെന്റ് 3 സെന്റിലാണ് ലക്ഷം വീടുകാർ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി മരിച്ചിട്ട് റോട്ടി വെച്ച് കത്തിക്കേണ്ടി വന്ന അവസ്ഥ വന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ മെഴുകുതിരി വെട്ടത്തിൽ വരെ സ്റ്റിച്ച് ഇടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഡോക്ടറുണ്ടോ, നേഴ്സുണ്ടോ, മരുന്നുണ്ടോ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആംബുലൻസ് ഉണ്ടായിരുന്നു. ആ ആംബുലൻസ് ഇപ്പൊ കാണാനില്ല. നേരത്തെ ഇവിടെ പേപ്പട്ടിയുടെ മരുന്ന് കുത്തിവെക്കാനുള്ള മരുന്ന് വാക്സിൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. പട്ടിശല്യം രൂക്ഷമാണ് ഇവിടെ. 65 വയസ്സായി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ആശാപ്രവർത്തകർ കറക്റ്റായിട്ട് നമ്മുടെ വീടുകളിൽ വന്ന് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതുവരെ പെരുമ്പളത്ത് ഒരു വീട്ടിലും വന്നിട്ടില്ല. അങ്ങനെ വീട് വന്ന് സന്ദർശിക്കണമെന്നുള്ളതാണ്. വന്നിട്ടില്ല ഇതുവരെയായിട്ട്. അത് പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതുവരെയും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു സംഭവം. റോഡുകളൊക്കെ വളരെ ശോചനീയ അവസ്ഥയാണ്. ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്. ഓട്ടോ ഓടിക്ക് പോലും ഒരുപാട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാര്യം ഓടുന്ന കാശ് വണ്ടി പണിയാൻ സമയം പണിയാണ്. നിലവിലുണ്ടായിരുന്ന ഒരു ആശുപത്രിയുടെ അവസ്ഥ അതീവ ശോചനീയമാണ്. ഒരു നല്ല വ്യക്തിത്വമുള്ള ആള്, നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധിയായിട്ട് വരണമെന്നാണ് ഞങ്ങളുടെ. നമ്മുടെ ചിഹ്നം തെങ്ങിൻ തോപ്പ്.